അപ്പം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ബിഗ് ബോസിൻ്റെ വീക്ക് എൻഡ് എപ്പിസോഡ് റിവ്യൂവുമായിട്ടാട്ടോ. അപ്പം നമ്മൾ കണ്ടതുപോലെ, അതായത് നമ്മൾ സാധാരണ പ്രമോയിൽ ലാലേട്ടൻ വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എപ്പിസോഡ് വരുമ്പം നമ്മൾ കണ്ടതിൻ്റെ നാലിലൊന്ന് പോലും അതിൻ്റെ അകത്ത് കാണില്ല. അങ്ങനെ ഷൗട്ട് ചെയ്യുന്നതോ ദേഷ്യപ്പെടുന്നതോ പൊരിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ലാസ്റ്റ് വീക്ക് തൊട്ടൊക്കെ ഉള്ള നമ്മൾ പ്രമോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ ആ പ്രമോയുടെ ഒരു എഫക്റ്റും ഒരു ഇമ്പാക്റ്റ് പോലും നമ്മൾ ആ എപ്പിസോഡ് നമ്മൾ കാണാറില്ല. അത് സത്യമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രമോ ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തു. അതുപോലെ അതിൻ്റെ എന്ത് മാത്രം ഇതിൽ വരും എന്ന് അത് കുറേ പേരൊക്കെ വിശ്വസിച്ചിരുന്നു. ഇത്രയൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തെ പ്രമോ ഇങ്ങനെയായിരുന്നു. ആൻഡ് ആഫ്റ്റർ ഓൾ എപ്പിസോഡ് വരുമ്പം ഇതൊക്കെയായിരുന്നു സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു എല്ലാവർക്കും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഈ പ്രാവശ്യത്തെ ലാലേട്ടൻ്റെ പ്രമോ പോലെ തന്നെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് നമ്മുടെ ബിഗ് ബോസ് ടീമിനെ ഫുള്ളി ഫയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ അനുമോളുടെയും ജിസേലിൻ്റെയും ആര്യൻ്റെ ഇഷ്യൂ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത്രയും ലാലേട്ടൻ പറഞ്ഞിട്ടും ഞങ്ങളത് തിരിച്ചും മറിച്ചും നോക്കി, ഞങ്ങൾ ആ ക്ലിപ്സ് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടും അനുമോള് നിൽക്കുന്ന ആ ഒരു നിലപാടിൽ നിന്ന് പാറ പോലെ ഉറച്ച് നിൽക്കുകയാണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഒരു ചാഞ്ചാട്ടമില്ല, ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടമില്ല. ഞാൻ പറ്റേ അനുമോളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ പല ഇതിലും കണ്ടിട്ടുള്ളതാണ്. അനുമോൾ പെട്ടെന്ന് കരയുന്ന ഒരു പ്രകൃതമാണ്. പക്ഷേ ഇവിടെ അനുമോള്, ഞാൻ ഓർത്തു ഞാൻ വല്ലതും ആ സ്ഥാനത്തെങ്കിൽ അത്രയും ഒരാൾ ഫയർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കരഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റില്ലാത്ത രീതിയിലായിപ്പോവും. അത്രമാത്രം ഇത് കേട്ടിട്ടും അനുമോൾക്ക് ഒരു കുലുക്കോ ഇല്ല. അനുമോള് പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ഒന്നെങ്കിൽ അനുമോള് കണ്ടതായിരിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഇവര് അനുമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ആദില നൂറ പറയുന്നുണ്ട്, ഇവര് ഓൾറെഡി ഇവളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അനുമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് ഓൾറെഡി പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. സോ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാകും ഈ ഒരു കാര്യം. അതായത് മിക്കവാറും ആര്യനും ജിസേലും കൂടെ ഈ പുള്ളിക്കാരിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അനുമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം. അതായിരിക്കാം മേ ബി ഇതിൻ്റെ ഉദ്ദേശം. എനിവേ ലാലേട്ടൻ അതുപോലെ തന്നെ ജിഷിനും മസ്താനിനെയും ശരിക്കും അത് അന്ന് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് പോട്ടെ, പറയുന്നത് ഇതിനെ കഴിഞ്ഞും എത്രയോ ഇരട്ടി 10 മടങ്ങ് ഇരട്ടി മോശമാണ്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതാണ് ലാലേട്ടൻ പറയുന്നുണ്ട്, പുറത്ത് എത്രയോ ഏറെ ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു 3 ജനറേഷനെങ്കിലും. കാരണം അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി പുറത്തുള്ള ഒരു അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾക്ക് വിലയിരുത്തണോ അറിയണോ എന്ന് പോലും ലാലേട്ടൻ ചോദിക്കേണ്ട ഒരു സാഹചര്യം വന്നു. സത്യം പറയാലോ, ഇത്രയും നാളത്തെ ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ 7 സീസൺ വരെ. ഈ 6 സീസണിലും കാണാത്തൊരു പ്രവണത, ഒരു റെസ്പെക്റ്റ്, ഒരു കാര്യത്തിനും ഒരാളോട് ഒരു ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് പെരുമാറുന്നത്. ബിഗ് ബോസിനോട് പോയിട്ട് ലാലേട്ടനോട് പോലും ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസൺ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. കാരണം ഒരാളോടും ഒരു രീതിയിലും ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വരുമ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് പറയാറുണ്ട്. പക്ഷെ അതൊരു എന്താ പറയുക, ഒരു വിനയത്തോടെ ഒരു പ്രത്യേക ഒരു രീതിക്ക് എല്ലാവരും പറയണേ. ഇത് ഒരു ബഹുമാനവും ഇല്ല. പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് ലാലേട്ടനോട് പോലും ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിൽ ബിഗ് ബോസ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്തെങ്കിലും അവരോട് പറയണമെങ്കിൽ ബിഗ് ബോസ് ഒരു 100 പ്രാവശ്യം അവരോട് മിണ്ടാതിരിക്കാൻ പറയണം. ഇല്ലാതെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ അവരിങ്ങനെ ഇത് തന്നെ ഇങ്ങനെ ചിലപ്പോൾ ഭയങ്കര ബഹളവും ഫൈറ്റുമാണ്. ഇതിപ്പം എത്ര പ്രാവശ്യത്തെ വാണിങ് കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഇപ്രാവശ്യം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം ഇവർക്ക് തെറ്റ് ചെയ്യുന്നു, അതായത് നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് വരുന്നു എന്ന് തോന്നുന്ന ആൾക്കാരെ ഇനി ചീത്ത വേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഡയറക്റ്റ് എടുത്ത് പുറത്താക്കുവാണ് എന്നുള്ള ഒരു കാര്യം ലാലേട്ടൻ ഇതിൻ്റെ അകത്ത് അവരോട് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് ഇവർ മടുത്തു. ഇനി ഡയറക്റ്റ്, അതായത് എന്താ ഇത് നമ്മൾ പറയുമല്ലോ,
പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ അടിച്ച വഴിയെ പോലെ പോകുന്ന വഴി അടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിക്കിന് ഇപ്പം മാറിയിരിക്കുകയാണ്. അതുപോലെ ജിസേലിനോട് ഈ ഇഷ്യൂനെ പറ്റി ജിസേൽ വന്നിട്ട് ഇപ്പം എൻ്റെ മേക്കപ്പ് ഒക്കെ എനിക്ക് കിട്ടി, അപ്പം അവൾക്ക് മേക്കപ്പിനെ തൊട്ട് കളിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പം ഇങ്ങനെ ഒരു അലിഗേഷൻ എടുത്തിട്ടു, എന്നിട്ട് അതിൻ്റെ പേരിൽ എന്നെ ടോർച്ചർ ചെയ്യുന്നു, ഇതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ആദിലയും നൂറേനെ ആ പുതപ്പെടുത്തുകൊണ്ട് വന്നതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ ലാലേട്ടൻ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ ലാലേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്, മസ്താനി പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഉള്ളിൽ വന്ന് പറയുന്നുണ്ട്. പക്ഷെ മസ്താനിയോട് പറയുമ്പോൾ മസ്താനി വന്നിട്ടില്ല, ഞാനിത് കാണാറുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ ഉള്ളൂ, അല്ലാതെ പുറത്തെന്ന് നടക്കുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡയറക്റ്റ് ലാലേട്ടൻ പറയുന്നുണ്ട്, നമ്മുടെ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എപ്പോഴും മസ്താനി ഉറച്ചു നിൽക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി ശരിക്കും ഒരു ബി മെറ്റീരിയലാണ്. അതിനുവേണ്ടി വെൽ പ്രിപ്പേർഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. മേ ബി അതിൻ്റെ അകത്ത് നല്ലൊരു ഇത് ഉണ്ടാകാൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കാം നമ്മുടെ മസ്താനി. അങ്ങനെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് അനുമോളുടെയും ജിസേലിൻ്റെയും തമ്മിലൊരു ഇത് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തിക്കള്ളി ഇഷ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഉണ്ടായ ഒരു പ്രശ്നവും ഇങ്ങനെ ഒരു അലിഗേഷൻ അനുമോൾ ഉണ്ടാക്കിയപ്പോൾ ജിസേൽ റിയാക്ട് ചെയ്ത രണ്ട് രീതിയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് സത്യം പറയാതിരിക്കാമല്ലോ കേട്ടോ, ജിസേൽ ഞാൻ പറയാമല്ലോ, ജിസേൽ ഭയങ്കരമായിട്ട് ഇതിൽ നിന്നുകൊണ്ട് ആണ്, കാരണം ഭയങ്കര മച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിലാണ് പെരുമാറിയത്. എന്നാൽ ആര്യം കുറെ കരയുന്നുണ്ട്, പക്ഷെ ജിസേൽ അതിനെ ഭയങ്കര ഒരു ഇതായിട്ട് തന്നെ എടുക്കുന്നത്. അതല്ലാത്തൊരു രീതിയിലേക്ക് ജിസേൽ പോയിട്ടില്ല, ബഹളം വെച്ചിട്ടില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതുപോലെ ആര്യൻ പറയുന്നുണ്ട്, പിന്നെ മറ്റേ ആ ലവ് സീൻ ഒരു പാട്ട് പാടിയിട്ട് അങ്ങനെ ആക്ട് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ. പിന്നെ ആ ശൈത്യ പറയുന്നുണ്ട് അനുമോൾക്ക് ആര്യനോടൊരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇത് ഏകദേശം ഞാൻ പറയട്ടെ, ഈ ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഈ ബിന്നി അന്ന് ഇങ്ങനെ ഒരു കാര്യം കുത്തിത്തിരിപ്പ് ബിന്നി ഒരു ഇത് പറഞ്ഞായിരുന്നു. പക്ഷെ അതുപോലെ ബിന്നി രണ ഫാത്തിമയും കൂടെ കിടന്ന് പറഞ്ഞ കാര്യം, അലുമോടെ കാര്യത്തിലുള്ള പറഞ്ഞ കാര്യം, ഇതൊന്നും ഇവര് കൊണ്ടുവന്നിട്ടില്ല ഫ്രണ്ടിലേക്ക്. അതായത് ഇവരിങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു കാര്യമൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവരോട് ഇത് ചോദിച്ചിട്ടുമില്ല. അപ്പം നമുക്കത് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ എനിക്ക് ലാലേട്ടൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരികയൊക്കെ ചെയ്തു ഓണമായിക്കൊണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഷാനവാസിനെയും രണേനെ മാറ്റിയിരുത്തിയതിനോട് എനിക്ക് അത്ര ഒരു യോജിപ്പില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ഓണമാണ്. അപ്പം ആ ഒരു രീതിക്ക് തന്നെ ആകുമ്പം ശരിയാണ്, ഗെയിമിൻ്റെ ഭാഗമായിട്ട് വന്നത്, പക്ഷെ എന്നാലും ഇന്നൊരു സ്പെഷ്യൽ ഡേ ഒക്കെ ആകുമ്പം എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടെ ഫെയർ ആയിരുന്നു, അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു, അവരങ്ങനെ മാറ്റിയിരുത്താൽ ഇന്നൊരു ദിവസത്തേന് അവർക്കൊരു ഇത് കൊടുക്കാമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വീക്ക് തൊട്ട് അവർ വേണമെങ്കിൽ ചെയ്യട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഇതൊരു ഓണമാണ്, അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇത് പ്രയോറിറ്റി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി, എൻ്റെ ഇത് സ്വന്തമായിട്ട്. പിന്നെ ആ ബാഡ്ജിൻ്റെ ഇഷ്യൂ, ബാഡ്ജെൽ എന്താണ് വരച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ലാലേട്ടൻ ഇവരോട് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ലാലേട്ടൻ പിന്നീട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കേസ് കേട്ടിൽ എല്ലാവരും ഇൻവോൾവ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും പണിഷ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ, അതായത് പരസ്പരം ഡ്രസ്സെല്ലാം വാഷ് ചെയ്തെല്ലാം ഒന്ന് അലക്കി വെളുപ്പിക്കാനുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് അങ്ങോട്ട് അലക്കാനാണ് പറയുന്നത്, എല്ലാം കഴുകി കൊടുക്കാമെന്ന്. അതുപോലെ പുറത്തുള്ള കാര്യം അകത്ത് പറയുന്നുണ്ടോ എന്ന് മസ്താനിനോട് ചോദിക്കുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അനുമോളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം ഇവിടെ ഡിസ്കഷനിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ശൈത്യ അനുമോളും തമ്മിൽ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അപ്പം ശൈത്യ പറയുന്നുണ്ട്, അത് ഞാനല്ല പറഞ്ഞത്, ആര്യൻ്റെ അടുത്ത് മസ്താനിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മസ്താനി പറയുന്നുണ്ട് മറ്റുള്ളവർ കൂടെ ഇരുന്ന് ചോദിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ അനുമോളുടെ കാര്യം എന്നും പറയുന്നുണ്ട്. പക്ഷെ അതല്ല, ആര്യനോട് ചോദിച്ചപ്പം ആര്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മസ്താനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് അതിപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവളെ അതിനകത്ത് പക്ഷേ ശൈത്യ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എൻ്റെ മേൽ സത്യം പറഞ്ഞാൽ ആര്യൻ ആ ചെയ്തത് തെറ്റാണ്. ആര്യൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ വെച്ചാൽ അനുമോളും
ആര്യനും തമ്മിൽ ഇഷ്യൂ ഉണ്ട്, പക്ഷെ ആര്യനും ശൈത്യനും തമ്മിലൊരു പ്രശ്നമില്ല. സോ അങ്ങനെ ഒരു അലിഗേഷൻ ആ പുള്ളിക്കാരുടെ പേര് വന്നപ്പോൾ അത് വേണ്ട പോലെ അത് കൈകാര്യം ചെയ്ത് മാറ്റി വിടായിരുന്നു. പക്ഷെ ആര്യൻ അത് ശ്രമിച്ചിട്ടില്ല, അതുള്ള കാര്യമാണ്. പിന്നെ അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് പോലും അറിയാത്ത എൻ്റെ പേഴ്സണൽ ലൈഫ് പറയാമെന്ന് പറഞ്ഞ് മസ്താനി എൻ്റെ പുറകെ വരുന്നുണ്ടെന്ന് പറ എന്ന് പറഞ്ഞ പുറകെ കഴിഞ്ഞ പിന്നെ മസ്താനിനെ ആ പ്രദേശത്തൂടെ പോലും കണ്ടിട്ടില്ല എന്നും അനീഷ് പറയുന്നുണ്ട്. അതുപോലെ എനിക്കത് കണ്ടുപിടിച്ചൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ശരിക്കും നല്ലൊരു വീക്ഷണം എന്ന് വെച്ചാൽ എല്ലാവരെ പറ്റിയും നല്ലൊരു ഐഡിയ ഉണ്ടാക്കുന്ന ഒരാളാണ്. കാരണം എത്ര കറക്റ്റായിട്ടാണെന്നറിയോ വൈൽഡ് കാർഡ് വന്നവരെ പറ്റി അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് എല്ലാവരെ പറ്റിയും കറക്റ്റ് ഒരു എക്സ്പ്ലനേഷനാണ് കൊടുത്തത്. ശരിക്കും പറയാം അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കേട്ടോ അനീഷ് കൊടുത്തത്. പിന്നെ ഈ റൗഡീസിൻ്റെ കാര്യവും വിളയാട്ടവും പാത്രം കഴുകുന്നതിൻ്റെ ആ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഓണത്തിൻ്റെ തലേ ദിവസം, അതിനെ പറ്റിയൊക്കെ ലാലേട്ടൻ വന്നു ചോദ്യം ചെയ്തു. അതുപോലെ നമ്മുടെ ഇതിൻ്റെ പേരിൽ പറയുന്നുണ്ട് നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു നെവിൻ്റെ. കാരണം നെവിൻ ഒരു ഭയങ്കര വെച്ച് നമുക്കറിയാം ആ നെവിൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നെവിൻ പിന്നെ അഭിലാഷിനോട് ചോദിക്കുമ്പോൾ അഭിലാഷ് പറഞ്ഞൊരു കാര്യമാണ്, നേരത്തെ ഇവിടെ ഒരു 4-5 ഗ്രൂപ്പ് ഉണ്ട്. എന്താണെങ്കിലും അത് സത്യം കേട്ടോ. ഈ വൈൽഡ് കാർഡ് വന്നതിൽ പിന്നെ ഈ ഗ്രൂപ്പ് എല്ലാം കൂടെ കൂടിയിട്ട് 2 ഗ്രൂപ്പായിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒന്ന് വൈൽഡ് കാർഡ് ഗ്രൂപ്പും ഒന്ന് ഓൾറെഡി നേരത്തെ ബിഗ് ബോസ് ഗ്രൂപ്പും, അങ്ങനെ 2 സൈഡായിട്ട് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ലാലേട്ടൻ വന്നു രേണുവിനോട് അതുപോലെ ചോദിക്കുന്നുണ്ട്. രേണുവിന് എപ്പോഴും വീട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ടല്ലോ, രേണുവിനെ എന്തുകൊണ്ട് അതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നു, ആ കൊച്ചിന് വേണ്ടെങ്കിൽ അതിനെ വിട്ടുകൂടെ എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ രേണുവിൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേനും പറയുന്നുണ്ട് നമുക്ക് ഈ പ്രാവശ്യം അതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഒരു പരിധി വരെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിന്നിപ്പം ഇങ്ങനെ ഒരു രീതിയിൽ എവിക്ഷൻ കാണുന്നത്. കാരണം ഏറ്റവും കുറഞ്ഞ മിനിമം 3 പേരെങ്കിലും ഈ ആഴ്ച അവർ എവിക്റ്റാക്കി വിടണം. പക്ഷേ എവിക്റ്റാക്കി വിട്ട് കഴിഞ്ഞാലും അങ്ങനെ വരുമ്പോഴും മിക്കവാറും പോകാനൊരു ചാൻസ് ആര്യനാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യവും അതെ ആര്യനായിരുന്നു ഏറ്റവും ലാസ്റ്റ് കിടന്നത്. പക്ഷെ ആ ടൈമിൽ ഓണം പ്രമാണിച്ച് എവിക്ഷൻ വേണ്ട എന്ന് വെച്ചു, ലാലേട്ടൻ വന്നില്ല, ആ ഒരു രീതിയിലൊക്കെ എവിക്ഷൻ. പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് ഫെയർ ആയിരുന്നു ഒരു എവിക്ഷൻ. പക്ഷേ ഈ വീക്കിലത് ആയിരുന്നു വേണ്ടാന്ന് വെക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ വീക്കിൽ എവിക്ഷൻ ഉണ്ട്. അപ്പം അതുപോലെ രേണുസുതി വോക്കൗട്ട് ചെയ്തു. പക്ഷെ രേണുസുതി വോക്കൗട്ട് ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കാരണം പുള്ളിക്കാരിക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഇല്ല, പുള്ളിക്കാരി ഒന്നിലും ചെന്ന് പെടുന്നില്ല. പിന്നെ കുറേയേറെ വോട്ട്, അതായത് ബാക്കിയുള്ള ആളുകൾക്കും കൂടെ കിട്ടേണ്ട വോട്ട് കുറേ എല്ലാവരും ഈ പുള്ളിക്കാരിക്ക് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ അതിൻ്റെ അകത്ത് വേറൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. അതിപ്പം ഡയറക്റ്റ് ആയിട്ട് ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ, അതായത് ഇതിൽ നിന്ന് ഇറങ്ങിയ ഇതിനകത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് രേണുസുതിയോട് പറയുന്നുണ്ട്, രേണു കയറിയപ്പോൾ ഉള്ള ആ ഒരു ഇത് അല്ലെ പുറത്തുണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഇത് എന്നുള്ള രീതിക്കുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്, എല്ലാവരും ഇതൊന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് എന്താ കാര്യമുള്ളത് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് രേണുസുതിക്ക് ശരിക്കും വോയിസ് ഇല്ല. രേണുവിനോട് ചോദിക്കുമ്പം രേണു പറയുന്ന ഒരു കാര്യം, ഒരാളുടെ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പം രേണു പറഞ്ഞാണ്, എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എനിക്ക് ലാലേട്ടൻ്റെ കൈ പിടിച്ച് നിന്നെ ആരും വിളിക്കില്ല എന്ന് പറഞ്ഞോടത്ത് എനിക്ക് ഇതിനകത്തൊന്ന് വരണം. പക്ഷെ അങ്ങനെ വന്നപ്പോഴും ഒരാളുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് രേണു അവിടെ കളഞ്ഞിട്ട് കയറിപ്പോയത്. പക്ഷെ ഇതിനി വരാനിരിക്കണ ഇതൊന്നുമല്ല. രേണുവിന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇപ്പം നേരത്തെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ഹന്നാൻ രേണുവിനെ പറ്റി ഒരു വാദം ഇറക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും വീഡിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, നമ്മളത് പറഞ്ഞിട്ടുമില്ല. കാരണം പുള്ളിക്കാരി ഈ നമ്മുടെ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം പുള്ളിക്കാരി അബോർട്ട് ചെയ്തു എന്നുള്ള രീതിക്കിനൊക്കെ കുറേ അലിഗേഷൻസും ഇഷ്യൂസും ഒക്കെ ആയിട്ട് കുറേയേറെ പ്രസ്താവനകളും പ്രശ്നങ്ങളും പുള്ളിക്കാരിയെ തേടി പുറത്തിരിപ്പുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ റിപ്ലൈയും റിട്ടേൺസ് ഒത്തിരിയേറെ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ട്. കാരണം ഇനി എന്താണെങ്കിലും രേണുവിനെ പറ്റി ഒത്തിരിയേറെ ഇഷ്യൂസ്, എന്ന് വെച്ചാൽ
പുള്ളിക്കാരി അതിൻ്റെ അകത്തായിരുന്നപ്പോൾ പുള്ളിക്കാരിയെ പറ്റി ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം റെസ്പോൺസ് പുള്ളിക്കാരി വരുമ്പം മറുപടി എങ്ങനെ, പുള്ളിക്കാരി ഫ്ലവറിലല്ല ഫയറാന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ച് ഫയറല്ല ഫ്ലവറാന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി തിരിച്ച് പതിങ്ങി. പ്രത്യേകിച്ച് അതിനകത്തൊന്നും കാട്ടിക്കൊണ്ടില്ല. പക്ഷെ ഇത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ നിന്നിട്ടും കാര്യമില്ല, അതിലും ഭേദം പോരുകയാണ്. അപ്പം വോക്കൗട്ട് ചെയ്തത് എന്തുകൊണ്ടും പുള്ളിക്കാരിക്ക് നല്ലതാണ്. കാരണം ഇനി പുള്ളിക്കാരി അവിടെ നിന്ന് പുള്ളിക്കാരിക്ക് പുറത്തുള്ള ഒരു ചാൻസും ഒരു ഇതും എല്ലാം മൊത്തത്തിൽ പോവും, ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പം അതിലും ബെറ്റർ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി വോക്കൗട്ട് ചെയ്തത് എന്തുകൊണ്ടും നല്ലതായി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ അനുമോളുടെ പാവം, അതിപ്പോൾ നമ്മുടെ ട്രോളി അതൊരു ഭൂതം പ്രേതം ഒക്കെ ആക്കിയൊക്കെ അത് വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ആര്യൻ അതുകൊണ്ട് കെട്ടിത്തൂക്കിയിട്ട കാര്യവും അതിനെപ്പറ്റിയുള്ള ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവസാനം അതിനെപ്പറ്റി. അപ്പം അതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അനീഷിനോടൊപ്പം അവർ, ഞാൻ അതിനെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ല എന്നുള്ള രീതിയിലാണ് അനീഷ് പറഞ്ഞത്. പിന്നെ ഒരു പ്രാവശ്യം ഞാനതിനെ കെട്ടിത്തൂക്കിയിട്ടിരുന്നപ്പം ഞാനത് എടുത്തു കൊടുത്തു, സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്ന് നമ്മുടെ അനീഷ് പറഞ്ഞിട്ടുണ്ട്. അതന്നെ അനീഷിൻ്റെ ഒരു ഡയലോഗ് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചിരി വരും. കാരണം അങ്ങനെയാണ് നമ്മുടെ അനീഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് പോലെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ അപ്പാനിയും ആര്യനും നമ്മുടെ അക്ബറും എല്ലാം ഉണ്ട്. അപ്പം അനുമോള കിച്ചൺ ഏരിയ വന്ന് നിന്നിട്ട് അനുമോളെ നീ പറയുന്നത് തെറ്റാണ്, നീ ഒരുമാതിരി കിണറ്റിൽക്കരെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സ്ത്രീകളെ പോലെ തരം താഴാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സത്യം പറഞ്ഞാൽ അനുമോൾ ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് ഓക്കെ ഫൈൻ. പക്ഷേ അനുമോളുടെ ഈ ഒരു ക്യാരക്ടർ മാറ്റിയില്ലെങ്കിൽ അനുമോൾ ഇനി വരുന്ന വീക്കിൽ അനുമോൾക്ക് മിക്കവാറും ഒത്തിരി സപ്പോർട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല പ്രവണതയല്ല. കാരണം പുള്ളിക്കാരി ചെയ്യുന്നതിനകത്ത് മിസ്റ്റേക്ക് വെച്ചാൽ പുള്ളിക്കാരി ഗെയിമാണ് കളിക്കുന്നത്. അതിൻ്റെ അകത്ത് മറ്റുള്ളവരുടെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വലിച്ചിടാതെ മാക്സിമം ഒരു നല്ല രീതിക്ക് കളിച്ച് പോവുകയാണെങ്കിൽ മുമ്പിലേക്ക് പോവാൻ ഒത്തിരി ചാൻസ് ഉള്ള ഒരാളാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അനുമോളെ പകുതി വഴിയുന്ന ഒന്നെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് പറഞ്ഞു വിടും, അല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ വോട്ടിങ് ഇത് കുറയും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും സംഭവിക്കും. കാരണം അനുമോള് അത്രയേറെ മോശമായിട്ടുള്ള രീതി ചിന്തിക്കുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവരോടൊരു ഇഷ്ടക്കേട് തോന്നാൻ തുടങ്ങും. എന്താണെങ്കിലും അത് അനുമോൾ അക്സെപ്റ്റ് ചെയ്യാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അനുമോളൊട്ട് തയ്യാറാവുന്നുമില്ല. പിന്നെ അക്ബറിൻ്റെ വക പിന്നെ അത് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അക്ബറിൻ്റെ ഒരു പാട്ടുണ്ട്. അക്ബറിൻ്റെ പിന്നെ അതിൻ്റെ ഒരു തിരുവാതിര കളി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ലാലേട്ടൻ വന്നിട്ട് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റായിട്ട് ഓരോ ഗോൾഡ് റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടുകാരുടെ ഒരു ഓണം വിഷസ് ഒക്കെ ഉള്ളൊരു വീഡിയോ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ നമ്മുടെ രേണു ചേച്ചീനെ വിളിച്ചുകൊണ്ടങ്ങ് പോകുന്നു. അതാണ്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എവിക്ഷനാണ്. എവിക്ഷന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഒരു പുലികളിയാണ്. അപ്പോൾ ഈ പുലികളിയിൽ കാര്യം പറയുന്നതിന് മുമ്പ് ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഷ, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, അതായത് പുറത്തുനിന്നുള്ളൊരു ഔട്ട്പുട്ട് ഭയങ്കര മോശമാണ്. അപ്പം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇനി നിങ്ങളെല്ലാവരും ഡയറക്റ്റ് എടുത്ത് കളയും എന്നുള്ള രീതിക്കിന് വരെ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അപ്പം അതുമൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പുലികളിക്ക് വേണ്ടിയിട്ട് ഇവരെ സെലക്ട് ചെയ്യാണ്. അതിനകത്ത് സെലക്ട് ചെയ്യുന്ന ഒന്ന് അപ്പാനി, അനീഷ്, ഉനീല്, അഭിലാഷ്, നൂറ, ബിന്നി, ഇവർ 6 പേരെയാണ് പുലികളിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. അവരോട് ഗ്രൗണ്ട് ഏരിയയിൽ പോയിട്ട് പുലികളി നടത്താൻ പറയും. ആ സമയത്ത് ഒരു വേട്ടക്കാരൻ വന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് പോകും. അയാളാണ് എവിക്റ്റായിട്ട് പുറത്തേക്ക് പോകുന്നതെന്ന് പറയും. ആദ്യം വരും, ബിന്നീൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് ഒനീലിനെ പിടിക്കും. കുറച്ച് കഴിഞ്ഞ് കൊണ്ടെല്ലും, തിരിച്ച് പറഞ്ഞു വിടും. അപ്പം അക്ബർ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇവരെ പറ്റിക്കുവാണ്, കളിപ്പിക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അപ്പാനീനെ ശരിക്കും പറഞ്ഞാൽ വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. നമ്മുടെ അക്ബറിന് അത് സഹിക്കാൻ പറ്റില്ല. കാരണം ഒരു അക്ബറും അപ്പാനി വെച്ചാൽ ചങ്കുമാണ്. പക്ഷേ അപ്പാനീനെ കൊണ്ടുപോയ ഉടനെ നമ്മുടെ മസ്താനി ഭയങ്കര സന്തോഷമാവുകയാണ്. മസ്താനി പറയണേ, എന്നെ വിളിക്കാൻ പാടില്ലാത്തതൊക്കെ ഒരു തെറിയാണ് വിളിച്ചത്. എനിവേ താങ്ക് യു ബിഗ് ബോസ്, എന്നെ കണ്ട പ്രശ്നം ഭയങ്കരമാണ്. കാരണം അപ്പാനീനെ കൊണ്ട് അടുപ്പിച്ചിട്ട്, അതായത് മസ്താനി എന്നെ അടിച്ചിട്ടാണെങ്കിലും ഞാൻ എന്നെ പുറത്താക്കൂന്ന് പറഞ്ഞ് നടന്ന ആളാണ് മസ്താനി. മസ്താനിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും
പുള്ളി പുറത്തു പോയത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം ആ ഒരു സന്തോഷം പുള്ളിക്കാരി അവിടെ പ്രകടമാക്കുന്നുണ്ട്. ഇത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി അത് പറയുന്നുണ്ട്. എനിവേ ഇന്നിനിപ്പോൾ ഒരു എവിക്ഷനും കൂടെ കാണും. അറിഞ്ഞവിടത്തോളം ശൈത്യ പുറത്തായിട്ടുണ്ട്, ശൈത്യയാണ് പുറത്ത് പോകുന്നത്. പക്ഷെ എനിക്ക് എന്താണേലും അപ്പാനിയുടെ ആ ഒരു എവിക്ഷൻ അത്ര ഫെയർ ആയിട്ട് തോന്നില്ല. കാരണം അതിലും ഇതായിട്ട് വരുന്ന ആൾ ഒനിയിൽ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നി ഇപ്രാവശ്യം രേണുവിനെ അങ്ങനെ എടുത്ത് കളഞ്ഞതും രേണു വോക്കൗട്ട് ചെയ്തത് ഇതുമൊക്കെ കൊണ്ട് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ കുറേ ഭാഗത്തോളം ആര്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും എലിമിനേഷൻ വേണ്ടാന്ന് വെക്കാൻ ലാസ്റ്റ് എലിമിനേറ്റ് ആവാൻ റെഡി ആയിട്ട് നിന്ന് വെച്ചാൽ വോട്ട് ഒട്ടുമില്ല, തീരെ കുറഞ്ഞു നിന്നയാൾ ആര്യനാണ്. ഈ പ്രാവശ്യവും അതെ, ആര്യൻ തന്നെ എവിക്റ്റ് ആവാനുള്ള എല്ലാ ചാൻസും ഉള്ള സമയത്താണ് ഇങ്ങനെ ഒരു കളി അവർ കളിച്ചിരിക്കുന്നത്. എത്ര പ്രാവശ്യത്തേക്ക്, എത്ര വീക്ക് വരെ ആര്യനെ ഇങ്ങനെ അവർ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുമെന്ന് നമുക്ക് നോക്കാം. എന്നിരുന്നാലും നമ്മുടെ മസ്താനി പറഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് വീക്ക് നീ ബാഗിങ് കിടക്കുകയും പായ്ക്ക് ചെയ്ത് വെച്ചോളാം ബിന്നിയോട്. എനിക്ക് തോന്നില്ല ബിന്നിയും വലിയ അധികം പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം ബിന്നിയോടുമുള്ള ഒരു ഇത് എല്ലാവർക്കും, പക്ഷെ ബിന്നിയുടെ ആ സ്റ്റോറി പറഞ്ഞ സമയത്ത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് പുള്ളിക്കാരുടെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയാണ്. പക്ഷെ ഇപ്പം ആർക്കും അത്ര ഒരു ഇതില്ല. കാരണം പുള്ളിക്കാരുടെ കുത്തിത്തിരിപ്പും പരിപാടിയൊക്കെ കാരണമാണ്. എനിവേ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്കറിയാം ബാക്കി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ്